നമസ്തേ. ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ കുറച്ച് ചിട്ടകൾ പാലിക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഇന്ന് പറയുന്നത്. തന്നാൽ കഴിയാത്ത വഴിപാടുകൾ നേർന്നിടാതിരിക്കുക. നമ്മളെ ആരും ക്ഷണിക്കാതെ തന്നെ ക്ഷേത്രത്തിൽ പോവുക. ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ വെറും കൈയോടെ പോകാതെ പൂവോ അല്ലെങ്കിൽ തിരിയോ അവലോ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ദേവന് സമർപ്പിക്കുക. ഇനി ക്ഷേത്രക്കെട്ടിൻ്റെ അതായത് ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് പാദരക്ഷകൾ ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ ക്ഷേത്ര ആചാരങ്ങൾക്ക് വിരുദ്ധമായ വസ്ത്രങ്ങൾ ധരിച്ച് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാതിരിക്കുക. സ്ത്രീകൾ മുടി അഴിച്ചിട്ട് ക്ഷേത്ര ദർശനം നടത്താതിരിക്കുക. ദേഹശുദ്ധി വരുത്തിയതിന് ശേഷം ക്ഷേത്ര ദർശനം നടത്തുക. പിന്നെ അശുദ്ധിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചും അശുദ്ധിയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചും ക്ഷേത്രത്തിൽ പ്രവേശിക്കാതിരിക്കുക. അതുപോലെ പുലയോ വാലായ്മയോ ഉള്ളപ്പോൾ ക്ഷേത്ര ദർശനം നടത്തരുത്. വിവാഹശേഷം അന്നേ ദിവസം വധൂവരന്മാർ ക്ഷേത്ര ദർശനം ചെയ്യരുത്. അതുപോലെ തന്നെയാണ് ഋതുമതിയായ സ്ത്രീകൾ 7 ദിവസത്തേക്കും ഗർഭിണികൾ 7-ാം മാസം മുതൽ പ്രസവിച്ച് 90 ദിവസം കഴിയും വരെയും ക്ഷേത്ര ദർശനം അരുത്. നടയുടെ ഇരുഭാഗത്ത് നിന്ന് വേണം ദർശനം നടത്തുവാൻ. അപ്പോൾ നടയുടെ നേരെ നിന്ന് തൊഴരുത്. സ്ത്രീകൾ സാഷ്ടാംഗം നമസ്കരിക്കാതിരിക്കുക. ക്ഷേത്ര മതിലിനകത്ത് പുകവലിക്കാനും അതേപോലെ മുറുക്കി തുപ്പാനും പാടില്ല. കൊഴിഞ്ഞു വീണതും വാടിയതും വിടരാത്തതും അതേപോലെ കീടങ്ങളുള്ളതും മുടിനാരുള്ളതും നമ്മൾ മണത്ത് നോക്കിയതുമായ പുഷ്പങ്ങൾ ദേവനോ ദേവിക്കോ സമർപ്പിക്കാതിരിക്കുക. ഇനി ക്ഷേത്രത്തിൽ നമ്മൾ കൊടുക്കുന്ന പുഷ്പങ്ങൾ, ക്ഷേത്രത്തിൽ കൊടുക്കുന്ന പുഷ്പങ്ങൾ, നിവേദ്യ സാധനങ്ങൾ എന്നിവ നമ്മൾ ദേവന് സമർപ്പിച്ച ശേഷം മാത്രം തീർത്ഥവും പ്രസാദവും സ്വീകരിക്കുക. അഭിഷേകം നടക്കുമ്പോൾ പ്രദക്ഷിണം ചെയ്യാതിരിക്കുക. പിന്നെ ഈ ശാന്തിക്കാരൻ ശ്രീകോവിലിൽ നിന്ന് തിടപ്പള്ളിയിലേക്കും തിരിച്ചും ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടതുകൊണ്ട് വഴി ഒതുങ്ങി നിൽക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ദക്ഷിണ കൊടുത്തിട്ട് നമ്മൾ പ്രസാദം മേടിക്കുന്നതിലൂടെ ആ വഴിപാട് പൂർണ്ണമാകുന്നതാണ്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അഭിഷേകം ചെയ്ത ജലം ഓവിലൂടെ വെളിയിലേക്ക് വരാറില്ലേ, അത് തീർത്ഥജലം അല്ല എന്ന് മനസ്സിലാക്കുക.